पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणम् बालीनिग्रहणं समुद्रतरणं लङ्कापुरीदहनं पश्चात् रावणकुम्भकर्णहननम् एतद्धि രാമായണം. നമസ്കാരം. ഇന്ന് രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഞാനിവിടെ ചെല്ലുന്നത്. ലക്ഷ്മണ വീരൻ സുമിത്രയാമമ്മയെ തൽക്ഷണേ കൗസല്യ കയ്യിൽ സമർപ്പിച്ചു. വന്ദിച്ച നേരം സുമിത്രയും പുത്രനെ നന്ദിച്ചെടുത്തു. സമാശ്ലേഷവും ചെയ്തു. നന്നായി അനുഗ്രഹം ചെയ്തു തനയനു. പിന്നെയുപദേശവാക്കും അരുൾ ചെയ്താൾ. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം പിരിയാതെ. രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോടു നിരൂപിച്ചു കൊള്ളേണം. എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ. പിന്നെ അയോധ്യയെന്നോർത്തിട അടവിയെ. മായാവിഹീനമീ വണ്ണമുറപ്പിച്ചു പോയാലുമെങ്കിൽ സുഖമായി വരികത്തെ. മാതൃവചനം ശിരസി ധരിച്ചു കൊണ്ടാദരവോടു തൊഴുതു സൗമിത്രിയും. തന്നുടെ ചാപശരാദികൾ കൈക്കൊണ്ടു ചെന്നു രാമാന്തികെ നിന്നു വണങ്ങിനാൻ. തൽക്ഷണേ രാഘവൻ ജാനകി തന്നോടും ലക്ഷ്മണനോടും ജനകനെ വന്ദിപ്പാൻ പോകുന്ന നേരത്ത് പൗരജനങ്ങളെ രാഗമോടെ കടാക്ഷിച്ചു കുതൂഹലാൽ. ലക്ഷ്മണനും സീതയും ശ്രീരാമനും കൂടി വനത്തിലേക്ക് പോകാൻ പുറപ്പെടുകയാണ്. അങ്ങനെ അവർ വനത്തിലേക്ക് എത്തി. സൗമിത്രി അമ്മ സുമിത്ര പറഞ്ഞ ഉപദേശവാക്ക് യഥാവിധി സ്വീകരിച്ച് ശ്രീരാമനെയും സീതയെയും ഇമ വെട്ടാതെ രക്ഷിച്ചു പോരുകയാണ്. രാത്രി ഉറക്കം പോലും ഇല്ലാതെയാണ് ലക്ഷ്മണൻ ശ്രീരാമനെയും സീതാദേവിയെയും കാത്തു രക്ഷിച്ചത്. അതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇന്ന് കടലകടലാസിലേക്ക് ഒരു വിശിഷ്ട അതിഥിയായി ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ ആണ് വരുന്നത്. അവർ വളരെ സുപരിചിതയായ മലയാളത്തിലെ ഒരു പ്രസിദ്ധയായ എഴുത്തുകാരിയാണ്. ഏകദേശം ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഒരു 40ഓളം കഥകൾ എഴുതിയിട്ടുണ്ട്. ഒരുപാട് അവാർഡിനും അർഹയായ ഒരു വിശിഷ്ട വ്യക്തിയാണ്. അവരെ ഞാൻ കഥ പറയാനായി ക്ഷണിക്കുകയാണ്. രാമായണത്തെക്കുറിച്ച് പറയാൻ പോയാൽ ഒരുപാടുണ്ട്. പക്ഷെ എപ്പോഴും പറഞ്ഞത് തന്നെ പറയാം, ആവർത്തന വിരസത ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാഭാഗവും അതിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം എന്ത് എന്നുമാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീരാമനും ലക്ഷ്മണനും സീതയും വനവാസത്തിന് പോയ സമയം. അവർ ആദ്യത്തെ ദിവസം ഇങ്ങനെ കാട്ടിലെത്തി. രാത്രിയായി. ശ്രീരാമനും സീതയും ഉറങ്ങുകയാണ്. ലക്ഷ്മണൻ ഉറങ്ങാതെ കാവലിരിക്കുന്നു. കുറേശ്ശെ ഉറക്കം വരുന്നുണ്ട്. ആ സമയത്താണ് നിദ്രാദേവി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ലക്ഷ്മണന് ആദ്യം മനസ്സിലായില്ല.
എണീറ്റ് വന്നു, എന്തായാലും തൊഴുതു. അവിടുന്ന് ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവി പറഞ്ഞു, ഞാൻ നിദ്രാദേവിയാണ്. അങ്ങ് ഇവിടെ ഉറങ്ങാതിരിക്കുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ മുമ്പിൽ വന്നത്. എന്തെങ്കിലും വരം ആവശ്യപ്പെടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് ഒരു വരേ വേണ്ടു. 14 വർഷം ആണ് ഈ വനവാസം ജ്യേഷ്ഠൻ്റെ. ആ 14 വർഷവും ജ്യേഷ്ഠൻ്റെ നിഴൽ പോലെ നടക്കാനാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഉറങ്ങിയാൽ ശരിയാവില്ല, ജ്യേഷ്ഠനെ രക്ഷിക്കണം. രാക്ഷസന്മാരിൽ നിന്നും അങ്ങനെയുള്ള ദുഷ്ടശക്തികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഒക്കെ രക്ഷിക്കണം എനിക്ക്. അപ്പോൾ ഉറങ്ങിയാൽ ശരിയാവില്ല. അതുകൊണ്ട് ഈ 14 വർഷം ഉറങ്ങാതിരിക്കാനുള്ള ഒരു വരാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, 14 വർഷം ഉറങ്ങാതിരിക്കുക എന്നുള്ള ആ വരം അത്ര എളുപ്പമല്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, അങ്ങയ്ക്ക് പകരം ഈ 14 വർഷം ഉറങ്ങാൻ ആരെങ്കിലും മറ്റൊരാൾ തയ്യാറാവുമെങ്കിൽ എനിക്ക് അത്തരം ഒരു വരം തരാൻ സാധിക്കുന്നു പറഞ്ഞു. അപ്പം ലക്ഷ്മണന് സംശയമൊന്നും ഉണ്ടായില്ല. ലക്ഷ്മണൻ പറഞ്ഞു, ആളുണ്ട്. അപ്പോൾ ദേവി ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. എൻ്റെ പ്രിയ പത്നി ഊർമിളയാണ്, ഊർമിള അയോധ്യയിലുണ്ട് എന്ന് പറഞ്ഞു. ഊർമിളയെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഊർമിള എനിക്ക് പകരം 14 വർഷം ഉറങ്ങും എന്ന് പറഞ്ഞു. അപ്പോൾ ദേവി പറഞ്ഞു, എങ്കിൽ ഞാൻ ഊർമിളാദേവിയെ കാണാം, എന്നിട്ട് അവർ തയ്യാറാവുന്ന പക്ഷം അങ്ങയ്ക്ക് 14 വർഷം ഉറക്കം വരാതിരിക്കാനുള്ള വരം ഞാൻ നൽകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ദേവി അവിടുന്ന് അന്തർധാനം ചെയ്തു. നേരെ അയോധ്യയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ രാത്രി സമയം തന്നെയാണ്. ഊർമിള ഭർത്താവിനെ ഓർത്ത് ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ നിദ്രാദേവി പ്രത്യക്ഷപ്പെട്ടു മുമ്പിൽ. ഊർമിളയ്ക്ക് മനസ്സിലായി ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന ആരോ ആണെന്ന് മനസ്സിലായി. വേഗം എണീറ്റ് തൊഴുതു. അപ്പം നിദ്രാദേവി പറഞ്ഞു, ഞാൻ നിദ്രാദേവിയാണ്. ഞാനിപ്പോൾ വരുന്നത് കാട്ടിൽ നിന്നാണ്. ഭവതിയുടെ ഭർത്താവായ ലക്ഷ്മണന്റെ സവിധത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഊർമിളയ്ക്ക് സന്തോഷം. എൻ്റെ ഭർത്താവിന് സുഖം തന്നെയാണോ എന്ന് ചോദിച്ചു. ദേവി പറഞ്ഞു, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവിടെ ശ്രീരാമൻ ഉറങ്ങുന്നുണ്ട്, സീത ഉറങ്ങുന്നുണ്ട്. ലക്ഷ്മണന് ഉറങ്ങാനാവാതെ ഇങ്ങനെ കാവലിരിക്കുകയാണ്. അപ്പം അദ്ദേഹം എന്നോടൊരു വരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 14 വർഷം ഉറങ്ങാതിരിക്കാനുള്ള വരമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു തടസ്സമുണ്ട്, ഒരു സാങ്കേതികമായ തടസ്സമുണ്ട്. ഞാൻ പറഞ്ഞു, 14 വർഷം അങ്ങയ്ക്ക് പകരം ഉറങ്ങാൻ ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അങ്ങയ്ക്ക് അത്തരം ഒരു വരം ഞാൻ തരാം എന്ന് പറഞ്ഞു. ഉടനെ ഭവതിയുടെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ഭാര്യ ഊർമിളയുണ്ട് അയോധ്യയിൽ. ഊർമിള തീർച്ചയായിട്ടും എനിക്ക് പകരം 14 വർഷം ഉറങ്ങിക്കൊള്ളും. അങ്ങനെ ഊർമിള ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് 14 വർഷം ഉണർന്നിരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഊർമിള പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവിന് വേണ്ടി, ഭർത്ത സഹോദരന് വേണ്ടി എന്ത് ത്യാഗവും ഞാൻ എന്ത് ത്യാഗവും അനുഷ്ഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 14 വർഷം ഉറങ്ങിക്കൊള്ളാം. എൻ്റെ ഭർത്താവ് 14 വർഷം ഉണർന്നിരുന്ന് ഭർത്തൃ സഹോദരനെയും സീതാദേവിയെയും കാത്തു രക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ നിദ്രാദേവിക്ക് ഭയങ്കര സന്തോഷമായി. ദേവി പറഞ്ഞു, തഥാസ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഊർമിള അപ്പോൾ തന്നെ കിടക്കയിൽ കിടന്ന് ഉറക്കം തുടങ്ങി. ലക്ഷ്മണന് അശേഷം ഉറക്കം വരാതായി. ഊർമിള ഈ 14 വർഷം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് തോന്നും, ഭക്ഷണമൊക്കെ ഇല്ലാണ്ട് എങ്ങനെയാണ് ഇങ്ങനെ 14 വർഷം ഒരാൾ ജീവിച്ചിരിക്കുമോ എന്ന് സംശയം തോന്നും. അപ്പം അതിനും മാർഗമുണ്ട്. അതിനുള്ള മാർഗം ആയുർവേദത്തിലുള്ളതാണ്. അന്നലേപനം എന്നൊരു സംഭവമുണ്ട്. അതായത് ചോറ് നല്ലപോലെ വേവിച്ചിട്ട് അത് നല്ലോണം അരച്ചെടുക്കും. അരച്ചെടുത്തിട്ട് ഈ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ ശരീരം മുഴുവൻ അതങ്ങനെ പുരട്ടും. ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇങ്ങനെ അത് പുരട്ടിക്കൊടുക്കും. കുറേയേറെ നേരം ആ ചോറ് ഇങ്ങനെ, അപ്പോൾ ചോറ് കൊണ്ടുണ്ടാക്കിയ കുഴമ്പ് ഇങ്ങനെ ശരീരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ വിറ്റാമിനും എല്ലാം ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. അപ്പം ആരോഗ്യം നിലനിൽക്കും. അങ്ങനെ തോഴിമാരും മറ്റേ ഭരതപത്നിയായ പാണ്ഡവിയും മറ്റ് അമ്മമാരും എല്ലാവരും കൂടി ഊർമിള ഇങ്ങനെ പരിചരിക്കുകയാണ് 14 വർഷം. അന്നലേപനമൊക്കെ 14 വർഷം കഴിഞ്ഞു. ലക്ഷ്മണൻ ഉറങ്ങാതെ ഇങ്ങനെ ശ്രീരാമന്റെ കൂടെ നിന്നു. യുദ്ധമെല്ലാം കഴിഞ്ഞ് രാവണവധവും കഴിഞ്ഞ് ശ്രീരാമനും ലക്ഷ്മണനും സീതയും പരിവാരങ്ങളും എല്ലാവരും കൂടെ അയോധ്യയിൽ വന്ന് ഇറങ്ങി ലക്ഷ്മണൻ അന്തപുരത്തിലേക്ക് ചെന്നപ്പോൾ ഊർമിള ഉറങ്ങിക്കിടക്കുകയാണ്. ലക്ഷ്മണൻ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഊർമിള ഉണർന്നു. ഇതാണ്
ഇതാണ് മഹത്തായ ഒരു ത്യാഗത്തിൻ്റെ കഥ. നമ്മൾ യുദ്ധം ചെയ്യേ അല്ലെങ്കിൽ വേറെ വിധത്തിലുള്ള ത്യാഗം അനുഷ്ഠിക്കുകയൊന്നും വേണ്ട. ഇത്രയും വലിയൊരു ത്യാഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്തരത്തിലുള്ള ത്യാഗങ്ങളും ലോകത്തിലുണ്ട്. പക്ഷെ ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഇത് നമ്മുടെ ഇവിടെയുള്ള എഴുത്തച്ഛൻ്റെ രാമായണത്തിലോ അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിലോ ഈ കഥ കണ്ടെന്ന് വരില്ല. ഇത് രാജസ്ഥാനിലെ നാടോടി കഥകളിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ കഥകൾ നാടോടി കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും വളരെ സന്തോഷം. നിങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.